HS മാസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ഒരു ചോദ്യം ഇവിടെ കാണുന്നുണ്ട്. ചോദ്യം ഇതാണ്: പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 26 സെന്റിമീറ്റർ. When length is made 2 times and breadth is made 3 times, its perimeter becomes 62 centimeter. What is the length and breadth of the first rectangle? അപ്പോൾ ഇവിടെ രണ്ട് റെക്ടാങ്കിളിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു റെക്ടാങ്കിള് അതിന്റെ പെരിമീറ്റർ 26 ആണ്, അതായത് ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് 2 മടങ്ങാക്കുകയും ബ്രെഡ്ത്ത് 3 മടങ്ങാക്കുകയും ചെയ്താൽ ആ പുതിയ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്തായിട്ട് മാറും? 62 സെന്റിമീറ്റർ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയും കാണുക. അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ആദ്യത്തെ കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ ചതുരത്തിന്റെ നീളവും വീതിയാണ്. അപ്പൊ ആദ്യത്തെ ചതുരം, രണ്ട് ചതുരങ്ങള്, ആ ചതുരങ്ങളൊന്ന്, ഒന്നാമത്തെ ചതുരം 26 സെന്റിമീറ്റർ ആണ് അതിന്റെ ചുറ്റളവ്. രണ്ടാമത്തെ ചതുരം 62 സെന്റിമീറ്റർ ആണ് അതിന്റെ ചുറ്റളവ്. ഇനി ഒന്നാമത്തെ ചതുരത്തിന്റെ നീളവും വീതിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു? എക്സും വൈ കൊടുത്തു. നീളം എക്സ്, വീതി വൈ. അപ്പൊ ലെറ്റ് ദി ലെങ്ത് ഓഫ് ദി ഫസ്റ്റ് റെക്ടാംഗിൾ ഈസ് എക്സ് സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു വൈ സെന്റിമീറ്റർ. അത്രയും ക്ലിയർ ആണല്ലോ. നൗ അപ്ലൈ ദി കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ? കണ്ടീഷൻ എന്താണ്? when the length is made 2 times and breadth is made 3 times. അപ്പോ ഇവിടെ ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയും ആണെങ്കിൽ ഉടനെ നമുക്ക് പെരിമീറ്റർ 26 തന്നിട്ടുണ്ട്. ചുറ്റളവ് 26 സെന്റിമീറ്റർ ആണ്. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൊത്തം ലെങ്ത് ആണ്. അത് 2 ലെങ്തും വരും, 2 ബ്രെഡ്ത്തും വരും. അത് 2 × x + y. അതായത് ലെങ്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് അതിന്റെ ടോയ്സ് എടുക്കുന്നതാണ് ഈ പെരിമീറ്റർ, ഈ ചുറ്റളവ്. അപ്പോൾ 2 × x + y 26 എന്ന് പറഞ്ഞാൽ x + y എന്തായിരിക്കും? നീളവും വീതിയും കൂട്ടിയിട്ട് ഇരട്ടി എടുക്കുമ്പോൾ 26 ആണ്. നീളവും വീതിയും കൂട്ടിയാൽ അതിന്റെ പകുതിയെ വരുള്ളൂ. അതായത് 26/2 13. അപ്പൊ x + y എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ ആണ്. അപ്പൊ x + y 13 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ക്ലിയർ ആയ പറഞ്ഞത്? അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷന് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ട്. അതായത് മറ്റൊരു റെക്ടാങ്കിള്, അതിന്റെ ലെങ്ത് ബ്രെഡ്ത്തിന്റെ 2 ടൈംസ് ആണ്, ബ്രെഡ്ത്ത് ഇവിടുത്തെ ബ്രെഡ്ത്തിന്റെ 3 ടൈംസ് ആണ്. അങ്ങനെയുള്ള ഒരു റെക്ടാങ്കിൾ. അപ്പോൾ now for new rectangle, length equal to 2x and breadth equal to 3y. Now the perimeter is 62 centimeter തന്നിട്ടുണ്ട്. പെരിമീറ്റർ കാണാനുള്ള സൂത്രാക്കി എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇവിടെ അതുപോലെ തന്നെ ലെങ്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ട് × 2. അതായത് ഈ ലെങ്ത് ആണ് പെരിമീറ്റർ. അപ്പൊ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നതാണ് 62. അത്രയും പറഞ്ഞ് ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതിൽ നിന്ന് 2x + 3y എന്തായിരിക്കും? 62ന്റെ ഹാഫ് എടുത്താൽ മതി. അപ്പോൾ 2x + 3y എന്ന് പറഞ്ഞാൽ 62ന്റെ ഹാഫ് 31 ആവും. 2 × 2x + 3y ആണ് 62. അപ്പോൾ 2x + 3y is half of 62, that is 31. So we have two equations and two unknowns. ഇവിടെ x + y = 30 and ഇവിടെ 2x + 3y = 31. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുക. അതായത് ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്, x + y = 30. അതില് 2x + 3y = 31 എന്നിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 2 × x + y = 2 × 13 എന്നതിനെ നമുക്ക് എഴുതാനോ. കാരണം ഇവിടെ നമുക്ക് 2x-ഉം 3y-ഉം. അപ്പൊ ഇവിടെ 2x ആണ്, ഇവിടെയും 2x വരുത്താൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ x + y = 13 എന്നതിനെ 2 × x + y = 26 എന്ന് എഴുതാം. അപ്പൊ 2x + 2y 26. ഇവിടെ 2x + 3y 31. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2x + 3y 31 ആണ്, 2x + 2y 26 ആണ്. അപ്പൊ ഇവിടെ ഇത് നമ്മളുടെ ഡിഫറൻസ് നോക്കിയേ. ഇവിടെ 3y ആണ്, ഇവിടെ 2x ആണ്, 2y ആണ്. അപ്പൊ 2y-നേക്കാൾ 1y കൂടുതലാണ്. അപ്പോൾ 1y കൂടുതലുള്ളപ്പോ എത്ര കൂടുതൽ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ എന്ത് വന്നു? 2x + 2y + y 31. അതായത് ഇവിടെ ഈ 2x + 2y 26 ആണ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഈ 2x + 3y = 31 എന്ന ഇക്വേഷന് 2x + 3y ഞാൻ 2y + y എന്ന് എഴുതി.
ഈ 3y ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക 2y പ്ലസ് വൈ. അപ്പോൾ 2x പ്ലസ് 2yക്ക് വരെ എത്ര എഴുതാം? 26 എന്ന് എഴുതാം. അപ്പോൾ 26 പ്ലസ് വൈ ഈക്വൽ ടു 31. അപ്പോൾ 31 നിന്ന് 26 കുറയ്ക്കുന്നതായിരിക്കും y. അപ്പോൾ y ഈക്വൽ ടു 31 മൈനസ് 26 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ y ഈക്വൽ ടു 5. y എന്ന് പറഞ്ഞാൽ ഏതാണ്? ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ കിട്ടി. ഇനി ലെങ്ത് കാണാൻ എന്താ ഉള്ളൂ? ലെങ്ത് ഇവിടെ x പ്ലസ് വൈ ഈക്വൽ ടു 13 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ x പ്ലസ് വൈ 13 ആണ്, ഈ y 5 ആണ് അല്ലേ? അപ്പോൾ 13 നിന്ന് 5 കുറച്ചാൽ 8 ആയിരിക്കും x. അപ്പോൾ എന്ത് കിട്ടി? x is equal to 13 minus 5 that is 8 cm. അപ്പോൾ length is equal to എന്താണ് x? that is 8 cm. breadth is equal to 5 cm. അതായത് ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്ത് 8 cm ആണ്, ബ്രെഡ്ത്ത് 5 cm ആണ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ലെങ്ത് ഈസ് ഈക്വൽ 8 cm, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ 5 cm. അപ്പോൾ ക്ലിയർ ആണല്ലോ പറഞ്ഞത്? വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചെയ്ത്? ആദ്യത്തെ റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും എക്സ് വൈ എടുത്തു. അപ്പോൾ രണ്ടാമത്തെ റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും 2x-ഉം 3y ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസിൽ നിന്ന് 2 × x പ്ലസ് വൈ 26. അതങ്ങനെ തന്നെ നേരിട്ട് എഴുതിയാലും മതി. 2x പ്ലസ് 2y ഈക്വൽ ടു 26 എന്ന് നേരിട്ട് എഴുതിയാൽ ഈ ഇക്വേഷൻ തന്നെ കിട്ടി. 2x പ്ലസ് 2y ഈക്വൽ ടു 26. രണ്ടാമത്തെ ഇക്വേഷനിൽ 2 × 2x പ്ലസ് 3y 62 എന്നാണ്. അപ്പോൾ 2x പ്ലസ് 3y 31. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇത് രണ്ടുമാണ്. കണ്ടോ? 2x പ്ലസ് 3y 31, 2x പ്ലസ് 2y 26. അപ്പോൾ ഈ 3yയെ ഞാൻ 2y പ്ലസ് വൈ എന്ന് എഴുതി. കണ്ടോ? 2y പ്ലസ് വൈ. അപ്പോൾ ഈ 2x പ്ലസ് 2yക്ക് പകരം 26 വന്നു. അപ്പോൾ 26 പ്ലസ് വൈ ഈക്വൽ ടു 31, y ഈക്വൽ ടു 31 മൈനസ് 26 ദാറ്റ് ഈസ് 5. അപ്പോൾ x പ്ലസ് വൈ 13 എന്ന ഇക്വേഷനിൽ വൈയുടെ സ്ഥാനത്ത് 5 കൊടുത്തു. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 13 മൈനസ് 5 8 എന്ന് കിട്ടി. അപ്പോൾ ലെങ്ത് 8 cm, ബ്രെഡ്ത്ത് 5 cm. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.